ആകാശവാണി വാർത്താവീക്ഷണം. ഉത്രാടപ്പാച്ചിൽ. തയ്യാറാക്കിയത് ശ്രീലത VS. അവതരണം അമൃത വൈശാഖ്. കേരളത്തിന്റെ ഉത്സവകാലങ്ങളിൽ ഏറ്റവും ജനകീയവും വർണ്ണാഭവുമായ ആഘോഷമാണ് ഓണം. മഹാബലിയുടെ ഓർമ്മയും സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവും പേറുന്ന ഓണം ഒരു മതാചാരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആഘോഷമല്ല. മലയാളിയുടെ ജീവിതശൈലിയെയും കാർഷിക സംസ്കാരത്തെയും കുടുംബ ബന്ധങ്ങളെയും നാട്ടുകൂട്ടായ്മകളെയും വ്യാപാര രീതികളെയും വരെ സ്വാധീനിച്ച മഹത്തായ സാംസ്കാരിക പാരമ്പര്യമാണ്. ഓണത്തിന്റെ വരവറിയിക്കുന്ന ദിവസങ്ങളാണ് അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങൾ. അതിൽ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിൽ ഒന്നാണ് ഉത്രാടം. തിരുവോണത്തിന് തലേ ദിവസമായ ഉത്രാടം മലയാളിയുടെ മനസ്സിൽ ഒരു പ്രത്യേക ആവേശം നിറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന പ്രയോഗം മലയാളിയുടെ ഭാഷയിലും സംസ്കാരത്തിലും ഇത്രയേറെ സുപരിചിതമായത്. ഉത്രാടപ്പാച്ചിൽ എന്നത് വെറും കടകളിലേക്കുള്ള ഓട്ടമല്ല, ഓണം പൂർണ്ണമാക്കാനുള്ള മലയാളിയുടെ അവസാനവട്ട ഒരുക്കങ്ങളുടെ പ്രതീകമാണ്. പണ്ടുകാലത്ത് ഉത്രാടപ്പാച്ചിലിന് ഉണ്ടായിരുന്ന അർത്ഥവും ഇന്നത്തെ ഉത്രാടപ്പാച്ചിലിനുള്ള അർത്ഥവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വികാരമുണ്ട്: ഓണം ഒരുങ്ങുമ്പോഴുള്ള സന്തോഷം. ഉത്രാടപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിവിധ പ്രാദേശിക വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. മഹാബലിയുടെ ഓണക്കാല വരവിനുള്ള അവസാന ഒരുക്കങ്ങളുടെ ഭാഗമായി ഉത്രാട ദിനത്തെ കണക്കാക്കുന്ന പതിവാണ് പ്രധാനമായും കാണുന്നത്. മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്ത് കേരളം സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും നാടായിരുന്നുവെന്നാണ് ഐതിഹ്യം. വാമനാവതാരത്തിലൂടെ മഹാബലിയെ പാതാളത്തിലേക്ക് അയക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിലെത്താനുള്ള അനുവാദം മഹാബലിക്ക് ലഭിച്ചു എന്നാണ് വിശ്വാസം. ആ വരവാണ് ഓണത്തിന്റെ ആത്മാവ്. മഹാബലി വർഷത്തിലൊരിക്കൽ വരുമ്പോൾ വീടുകൾ വൃത്തിയുള്ളതായിരിക്കണം, പൂക്കളങ്ങളാൽ അങ്കണങ്ങൾ മനോഹരമായിരിക്കണം, വിഭവസമൃദ്ധമായ സദ്യ ഒരുങ്ങിയിരിക്കണം, എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ടാകണം. അതിനുള്ള അവസാന ഒരുക്കങ്ങളാണ് ഉത്രാട ദിനത്തിൽ നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഉത്രാടപ്പാച്ചിൽ എന്നത് മഹാബലിയെ വരവേൽക്കാനുള്ള മലയാളിയുടെ തയ്യാറെടുപ്പിന്റെ പ്രതീകം കൂടിയാണ്. ഉത്രാടപ്പാച്ചിൽ എന്ന പദത്തിൽ തന്നെ ഒരു ചലനമുണ്ട്. തിരുവോണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം വാങ്ങാനുള്ള സാധനങ്ങൾ ബാക്കി, വീട്ടിലെത്തിക്കാനുള്ളവ ബാക്കി, സദ്യക്കുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, അരി, പലചരക്ക് സാധനങ്ങൾ, വസ്ത്രങ്ങൾ, പൂക്കൾ എല്ലാം ഒരുമിച്ചൊരുക്കണം. അതുകൊണ്ടാണ് ഉത്രാട ദിനത്തിൽ കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരു പ്രത്യേക തിരക്ക് രൂപപ്പെടുന്നത്. ഇന്നത്തെ പോലെ വലിയ ഷോപ്പിംഗ് മാളുകളും ഓൺലൈൻ വിപണികളും സൂപ്പർ മാർക്കറ്റുകളും അന്ന് ഉണ്ടായിരുന്നില്ല. നാട്ടിലെ ചന്തകളും ആഴ്ചച്ചന്തകളും ചെറിയ പലചരക്ക് കടകളുമായിരുന്നു ഓണവിപണിയുടെ പ്രധാന കേന്ദ്രങ്ങൾ. പഴയകാല ഓണവിപണിക്ക് കാർഷിക ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഓണം പ്രധാനമായും കൊയ്ത്തുത്സവമായിരുന്നു. കർഷകന്റെ വീട്ടിൽ വിളവെത്തുന്ന കാലം. അതുകൊണ്ട് തന്നെ വിപണിയിൽ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ധാന്യങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഓണത്തിന് പുതിയ വസ്ത്രം വാങ്ങുക എന്നത് ഇന്നത്തെ പോലെ പല വസ്ത്രങ്ങൾ വാങ്ങുക എന്നതായിരുന്നില്ല. കുട്ടികൾക്ക് ഉടുപ്പ്, മുതിർന്നവർക്ക് മുണ്ടും നേരിയതും ഉൾപ്പെടെയുള്ള പരമ്പരാഗത വസ്ത്രങ്ങൾ, അത്രയുമായിരുന്നു പല കുടുംബങ്ങളുടെയും ഓണവാങ്ങൽ. വസ്ത്രം വാങ്ങുന്നതിനും ഒരു പ്രത്യേക സന്തോഷമുണ്ടായിരുന്നു. കടയിൽ പോയി തുണി നോക്കി നിറം തിരഞ്ഞെടുത്ത് ചിലപ്പോൾ തുന്നിച്ചെടുത്ത് ധരിക്കുന്നതായിരുന്നു പതിവ്. ഓണസദ്യക്കുള്ള സാധനങ്ങൾ പലപ്പോഴും വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചവയായിരുന്നു. സ്വന്തം പറമ്പിലെ കായ്കൾ, അയൽവീട്ടിൽ നിന്നുള്ള പച്ചക്കറികൾ, നാട്ടിലെ കർഷകരിൽ നിന്ന് ലഭിക്കുന്ന വിളകൾ, ഇതൊക്കെയായിരുന്നു പഴയകാല ഓണവിപണിയുടെ മുഖം. അന്ന് വിപണി എന്നത് ഉപഭോഗത്തിന്റെ കേന്ദ്രം മാത്രമായിരുന്നില്ല, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടം കൂടിയായിരുന്നു. ചന്തയിൽ പോകുന്നത് സാധനങ്ങൾ വാങ്ങാൻ മാത്രമല്ല, പരിചയക്കാരെ കാണാം, ബന്ധുക്കളെ കാണാം, നാട്ടുവർത്തമാനം പറയാം, കച്ചവടക്കാരുമായി പരിചയം പങ്കിടാം. അതുകൊണ്ട് തന്നെ പഴയകാല ഓണച്ചന്തയ്ക്ക് ഒരു സാമൂഹിക ജീവിതമുണ്ടായിരുന്നു. പഴയകാലത്തെ ഉത്രാടപ്പാച്ചിലിൽ ഇന്നത്തെ പോലെ വാഹന തിരക്കിന്റെയും വൻ ഷോപ്പിംഗ് ബാഗുകളുടെയും ഓൺലൈൻ ഓർഡറുകളുടെയും കഥയുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ വീട്ടിലെ ജോലികൾ പൂർത്തിയാക്കി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ചന്തയിലേക്ക് പോകും. പലപ്പോഴും കാൽനടയായോ സൈക്കിളിലോ ബസ്സിലോ ആയിരിക്കും യാത്ര. ആവശ്യമായ സാധനങ്ങളുടെ ഒരു ചെറിയ പട്ടിക മനസ്സിലുണ്ടാകും. ഇനി ഇതുകൂടി വാങ്ങണം, സദ്യക്കുള്ള സാധനങ്ങൾ എടുത്തോ, കുട്ടികൾക്കുള്ള വസ്ത്രം വാങ്ങിയോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഉത്രാടത്തിന്റെ തിരക്കിനിടയിൽ കേൾക്കുന്നത്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കൈകളിൽ നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും മനസ്സിൽ നിറയെ സന്തോഷമുണ്ടായിരുന്നു. കാലം മാറി, ജീവിത രീതികൾ മാറി, വിപണിയും മാറി. അതിനനുസരിച്ച് ഉത്രാടപ്പാച്ചിലും മാറി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ കേരളത്തിലെ നഗരങ്ങളിലെ വലിയ ഷോപ്പിംഗ് അനുഭവങ്ങളായി മാറിയിരിക്കുന്നു. ഓണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഓഫറുകളും വിലക്കുറവുകളും പരസ്യങ്ങളും ആരംഭിക്കുന്നു. ഓണം ഓഫർ, ഓണം സെയിൽ, ബൈ വൺ ഗെറ്റ് വൺ, മെഗാ ഡിസ്കൗണ്ട് തുടങ്ങിയ വാക്കുകൾ മലയാളിയുടെ ഷോപ്പിംഗ് മനസ്സിനെ ഉണർത്തുന്നു. ആധുനിക ഓണവിപണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വൈവിധ്യമാണ്. പുതിയ വസ്ത്രങ്ങൾ മാത്രമല്ല, മൊബൈൽ ഫോണുകൾ, ടെലിവിഷനുകൾ, വീട്ടുപകരണങ്ങൾ, ഫർണിച്ചർ, വാഹനങ്ങൾ,
സ്വർണം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഓണവിപണി വ്യാപിച്ചിരിക്കുന്നു. ഓൺലൈൻ വിപണി വന്നതോടെ ഉത്രാടപ്പാച്ചിലിന് മറ്റൊരു രൂപം കൂടി ലഭിച്ചു. കടകളിലേക്ക് പോകാതെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിലൂടെ ഓണവസ്ത്രം വാങ്ങാം, സദ്യയ്ക്കുള്ള പലചരക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാം, പൂക്കൾ വീട്ടിലെത്തിക്കാം, സമ്മാന പൊതികൾ ബന്ധുക്കളുടെ വീടുകളിലേക്ക് അയക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഉത്രാടപ്പാച്ചിൽ കാലുകളാൽ മാത്രമല്ല വിരലുകളാലും നടക്കുന്നു എന്ന് പറയാം. ഓണം ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര കാലങ്ങളിലൊന്നാണ്. മലയാളിയുടെ ഓണവികാരത്തെ വിപണി വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഓണപ്പാട്ടുകൾ, ഓണസദ്യ, പൂക്കളം, കസവുസാരി, മുണ്ടും നേരിയതും, കുടുംബസംഗമം, മഹാബലിയുടെ രൂപം ഇവയെല്ലാം പരസ്യങ്ങളുടെ ഭാഗമാകുന്നു. ഇന്ന് വിപണിക്ക് വലിയ സാധ്യതകൾ തുറന്നുകൊടുക്കുമ്പോൾ ഓണത്തിന്റെ അടിസ്ഥാന ആശയത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓണം സന്തോഷത്തിന്റെ ആഘോഷമാണ്. എന്നാൽ ആ സന്തോഷം കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതിലൂടെ മാത്രം ലഭിക്കുന്നതല്ല. ഓണത്തിന്റെ അർത്ഥം വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും വിലയേറിയ സമ്മാനങ്ങൾ വാങ്ങുന്നതിലും മാത്രം ഒതുങ്ങേണ്ടതല്ല. ഇവിടെയാണ് ആധുനിക ഓണ സംസ്കാരത്തിന്റെ ചില വെല്ലുവിളികൾ ഉയരുന്നത്. പഴയ കാലത്ത് ഓണം കുടുംബത്തെയും അയൽപ്പക്കത്തെയും സമൂഹത്തെയും ഒന്നിപ്പിക്കുന്ന ആഘോഷമായിരുന്നു. ഇന്ന് കുടുംബങ്ങൾ പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്നു. ജോലി, പഠനം, പ്രവാസ ജീവിതം എന്നിവ കാരണം പലർക്കും ഒരുമിച്ച് കൂടാൻ കഴിയുന്നില്ല. എന്നാൽ ഓണം വരുമ്പോൾ നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള ആഗ്രഹം ഇപ്പോഴും ശക്തമാണ്. ഓണം മലയാളിയെ നാട്ടിലേക്കും കുടുംബങ്ങളിലേക്കും വേരുകളിലേക്കും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അവസരമാണ്. പൂക്കളം ഇന്നുമുണ്ട്, ഓണസദ്യ ഇന്നുമുണ്ട്, ഓണക്കളികളും ഓണപ്പാട്ടുകളും ഇന്നുമുണ്ട്. പുതിയ വസ്ത്രവും ഇന്നും ഓണത്തിന്റെ ഭാഗമാണ്. പക്ഷേ അവയുടെ രൂപം മാറിയിട്ടുണ്ട്. പണ്ടത്തെ പൂക്കളം വീട്ടുമുറ്റത്തെ പൂക്കളിൽ നിന്നായിരുന്നു. ഇന്ന് വിപണിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങുന്ന പൂക്കളാണ് പല വീടുകളിലും ഉപയോഗിക്കുന്നത്. പണ്ടത്തെ സദ്യയ്ക്ക് വീട്ടുവളപ്പിലെ പച്ചക്കറികൾ വലിയ പങ്കുവഹിച്ചു. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഓണക്കിറ്റുകൾ വരെ ലഭിക്കുന്നു. പണ്ടത്തെ ഓണക്കളികൾ വീടിന്റെ മുറ്റത്തും നാട്ടിൻപുറത്തെ തുറസായ സ്ഥലങ്ങളിലും നടന്നിരുന്നു. ഇന്ന് പലപ്പോഴും ഓണക്കളികൾ വേദികളിലേക്കും ക്ലബ്ബുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും മാറിയിരിക്കുന്നു. മാറ്റം സംഭവിച്ചുകൊണ്ട് ഓണം നഷ്ടപ്പെട്ടു എന്ന് പറയാനാവില്ല. സംസ്കാരം കാലത്തിനനുസരിച്ചു മാറും. മാറുന്ന ജീവിത രീതികൾക്കൊപ്പം ആഘോഷങ്ങളും മാറുക സ്വാഭാവികമാണ്. എന്നാൽ മാറ്റത്തിനിടയിലും ഓണത്തിന്റെ ആത്മാവ് നിലനിർത്തേണ്ടതുണ്ട്. മഹാബലിയുടെ കഥ നമ്മോട് പറയുന്നത് സമത്വത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഓണം വില കൂടിയ സാധനങ്ങൾ വാങ്ങാനുള്ള അവസരമായി മാത്രം മാറാതെ പങ്കുവയ്ക്കലിന്റെയും കരുതലിന്റെയും സഹജീവിതത്തിന്റെയും ആഘോഷമായി നിലനിർത്തണം. നമ്മുടെ ചുറ്റുവട്ടത്ത് ഓണം ആഘോഷിക്കാൻ കഴിയാത്ത ഒരാളുണ്ടോ? ഒറ്റപ്പെട്ടു പോയ വയോധികനുണ്ടോ? സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമുണ്ടോ? രോഗബാധിതനായ ഒരാളുണ്ടോ എന്ന് കണ്ടെത്തി അവരിലേക്ക് നമ്മുടെ ഓണം എത്തുമ്പോഴാണ് മഹാബലിയുടെ സ്വപ്നം അർത്ഥവത്താകുന്നത്. ഓണം വാങ്ങലിന്റെ ആഘോഷമല്ല, പങ്കിടലിന്റെ ആഘോഷമാണ്. ആധുനിക ഓണാഘോഷത്തിൽ പരിസ്ഥിതിയെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് അലങ്കാരങ്ങൾ, അമിതമായ പാക്കേജിംഗ്, ഭക്ഷണത്തിന്റെ പാഴാക്കൽ, അനാവശ്യ ഉപഭോഗം എന്നിവ ഓണത്തിന്റെ പ്രകൃതി സൗഹൃദ സ്വഭാവത്തിന് വിരുദ്ധമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഓണം അറിയുന്നത് പൂക്കളത്തിലൂടെയും ഓണസദ്യയിലൂടെയും ഓണപ്പാട്ടുകളിലൂടെയും മാത്രമാകരുത്. മഹാബലിയുടെ കഥ എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഓണം സമത്വത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത്? പഴയകാലത്ത് ആളുകൾ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഓണക്കാല ഓർമ്മകൾ കേൾക്കാൻ കുട്ടികൾക്ക് അവസരം നൽകണം. അങ്ങനെ ചെയ്താൽ ഓണം ഒരു അവധിക്കാല ആഘോഷം മാത്രമാകാതെ തലമുറകളെ ബന്ധിപ്പിക്കുന്ന സാംസ്കാരിക പാലമായി മാറും. മഹാബലി വരുമ്പോൾ കേരളം സമൃദ്ധമായിരിക്കണം. പക്ഷേ ആ സമൃദ്ധി ചിലരുടെ വീടുകളിൽ മാത്രം നിറയുന്നതാകരുത്. ഓരോ വീട്ടിലും സന്തോഷം നിറയണം. ഓരോ മനുഷ്യനും മാന്യമായി ജീവിക്കാൻ കഴിയണം. ആരും വിശന്നിരിക്കരുത്, ആരും ഒറ്റപ്പെടരുത്. അങ്ങനെയാകുമ്പോഴാണ് ഉത്രാടപ്പാച്ചിൽ യഥാർത്ഥ അർത്ഥം നേടുന്നത്. ഓണം വിപണിയുടെ ആഘോഷമാകട്ടെ, പക്ഷേ വിപണി ഓണത്തിന്റെ ആത്മാവിനെ കീഴടക്കാതിരിക്കട്ടെ. വാങ്ങലിന്റെ ആഘോഷമാകട്ടെ, പക്ഷേ അതിനേക്കാൾ വലുതായി പങ്കുവയ്ക്കലിന്റെ ആഘോഷമാകട്ടെ. ഓണം വസ്ത്രങ്ങളുടെയും വിഭവങ്ങളുടെയും പൂക്കളുടെയും നിറങ്ങളുടെയും ഉത്സവമാകട്ടെ. അതിനുമപ്പുറം മനുഷ്യസ്നേഹത്തിന്റെ ഉത്സവമാകട്ടെ. തിരക്കേറിയ ഉത്രാടപ്പാച്ചിലിനിടയിലും ഒരു നിമിഷം നമുക്ക് നിൽക്കാം. നമ്മൾ എന്താണ് വാങ്ങുന്നത് എന്നതിലുപരി നമ്മൾ ആരോടൊപ്പമാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് ചിന്തിക്കാം. ഉത്രാടപ്പാച്ചിൽ തുടരട്ടെ. ഓണത്തിന്റെ ഓർമ്മകൾ പൂത്തുലയട്ടെ. മനുഷ്യസ്നേഹത്തിന്റെ പൂക്കളം ഓരോ മനസ്സിലും വിരിയട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.